ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ പ്രധാനമായും 4 കാര്യങ്ങളായിരുന്നു ഹൈക്കോടതിക്ക് അറിയേണ്ടിയിരുന്നത്. 1. ഇതിൽ സർക്കാരിന്റെ റോൾ എന്താണ്? 2. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? 3. ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കാനെത്തുന്നത്? 4. ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? സ്പോൺസർഷിപ്പ് ആണെങ്കിൽ അത്തരത്തിൽ അയ്യപ്പന്റെ പേരിൽ പണപ്പിരിവ് സാധ്യമാണോ? ഇതിന് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് സർക്കാരിന് വേണ്ടി വാദം പറയാനെത്തിയത്. സർക്കാർ ചൂണ്ടിക്കാണിച്ചത് കുംഭമേളയ്ക്ക് കേന്ദ്ര സർക്കാർ പണം ചെലവാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ എന്താണ് തടസ്സം? ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയുടെ വികസനം ലക്ഷ്യമാക്കിയാണ്. മാസ്റ്റർ പ്ലാൻ അവിടെ അവതരിപ്പിക്കും. 1300 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. 3000-ഓളം പേരാണ് അയ്യപ്പ സംഗമത്തിനെത്തുന്നത്. അവർക്ക് മുന്നിൽ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ ശബരിമലയിലെ റോപ്പ് വേ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പണം കണ്ടെത്തേണ്ടതുണ്ട്. അയ്യപ്പ സംഗമത്തിനെത്തുന്നവരിൽ നിന്ന് സംഭാവനയായി അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ പണം സ്വീകരിക്കും. സ്പോൺസർഷിപ്പിന് ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരും ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ വ്യത്യസ്ത സത്യവാങ്മൂലങ്ങളും ഇന്ന് കോടതിയിൽ ഫയൽ ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത് അയ്യപ്പനെ വിൽപ്പന നടത്താനുള്ള ശ്രമമാണ് സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നതെന്നതാണ്. കൃത്യമായി ഒരു തീരുമാനവും ദേവസ്വം ബോർഡ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ രേഖാമൂലം എടുത്തിട്ടില്ല. ഒരുപാട് അവ്യക്തതകൾ ഇക്കാര്യത്തിലുണ്ട്. സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അയ്യപ്പ സംഗമം അനുവദിക്കരുത് എന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ഇരുകൂട്ടരുടെയും വിശദമായ വാദം കേട്ട ദേവസ്വം ബെഞ്ച് ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ഇനി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ അന്തിമ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാവി. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.